السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാമിന്റെ ജീവൻ എന്ന വിഷയത്തിലാണ് വളരെ പ്രാധാന്യമുള്ള, നാം ഓരോരുത്തരും ഏറെ ശ്രദ്ധിക്കേണ്ടതും ഗൗരവത്തിൽ കാണേണ്ടതുമായ ഏതാനും കാര്യങ്ങൾ ഉണർത്താനുള്ളത്, ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള പദമാണ് ജീവൻ എന്നുള്ളത്. ഒരാളുടെ ജീവൻ നിലക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ആത്മാവിന്റെ ചലനം നിലക്കുക, അവസാനിക്കുക എന്നതാണ്. എത്രയധികം ശാരീരിക ശേഷിയുള്ള ആളായിരുന്നാലും ഭൗതികമായി ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നാലും പല നിലക്കുള്ള സൗഭാഗ്യങ്ങൾ, സന്തോഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള ആളായിരുന്നാലും ജീവൻ നിലക്കുന്നതോടെ ഉപകാരമില്ലാത്ത, ഒന്നിനും പറ്റാത്ത ഒരു ശരീരമായി അവശേഷിക്കും, ബാക്കിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിസ്ഥാനവും അടിത്തറയുമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്
തൗഹീദ് അഥവാ അല്ലാഹുവിന്റെ ഏകത്വം എന്നത്. ഒരാൾ സമയബന്ധിതമായി നിസ്കരിക്കുന്നു, നിർബന്ധവും അനുബന്ധവുമായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നു, സാധ്യമാകുന്ന അത്ര നന്മകളിൽ മുഴുകി സൽപ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി എത്രത്തോളം നല്ല കാര്യങ്ങളുമായി ഉയരാൻ സാധിക്കുമോ അത്രയധികം ഉയർച്ചയിലേക്ക്, ഉന്നതിയിലേക്ക് അയാൾ എത്തുന്നു. ആരാധന അല്ലാഹുവിന് മാത്രമാണ് നൽകേണ്ടത്, അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിലാണ് തവക്കുലാക്കേണ്ടത്, കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. സർവ്വതിനും കഴിവുള്ള, ശക്തിയുള്ള ഏകൻ അല്ലാഹു മാത്രമാണ്. ഈ വിശ്വാസവും ബോധവും തിരിച്ചറിവും നഷ്ടപ്പെട്ടാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ ഒരു നേരത്തെ നിസ്കാരം പോലും പാഴാക്കാത്ത അയാളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കൂല. തന്റെ ആയുസ്സിൽ ഒരു വർഷത്തെ നോമ്പ് പോലും ഒഴിവാക്കാത്ത ആളാണ്. പക്ഷെ അല്ലാഹു ആ നോമ്പുകൾ സ്വീകരിക്കുകയില്ല. സകാത്തിനെയും സ്വതക്കയെയും ജീവിതത്തിൽ നിലനിർത്തിയിട്ടുള്ള ഒരു നല്ല കാര്യത്തെ പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്തുകൊണ്ടാണ്? അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതിൽ മറ്റു പലരെയും പങ്കു ചേർത്ത് അല്ലാഹുവിന്റെ അവകാശത്തെ ഹനിച്ചുകൊണ്ട്, നിഷേധിച്ചുകൊണ്ടാണ് അയാൾ ജീവിച്ചത്. ആത്മാർത്ഥമായി അല്ലാഹ് എന്ന് വിളിക്കാൻ, അല്ലാഹുവിലേക്ക് അടുക്കാൻ, ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ ഓർക്കാൻ ആ വ്യക്തി, ആ മനുഷ്യൻ സന്നദ്ധനായിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഏത് വിഷയങ്ങളെപ്പറ്റി സാഗൂഢം ശ്രദ്ധിച്ച് കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിലും തൗഹീദിനെ കേൾക്കാനും, തൗഹീദിനെ പഠിക്കാനും, തൗഹീദിനെ പഠിപ്പിക്കാനും, തൗഹീദിനു വേണ്ടി പ്രവർത്തിക്കാനും ശബ്ദിക്കാനും ഒരു മുസ്ലിമിന് സാധിക്കുന്നില്ല എങ്കിൽ അയാളുടെ ജീവിതം ശൂന്യമാണ്, വ്യർത്ഥമാണ് എന്നർത്ഥം. പല ആളുകളും ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് സാമൂഹിക പ്രശ്നങ്ങൾ പറഞ്ഞാൽ പോരെ, കുടുംബപരമായ കുഴപ്പങ്ങൾ തീർത്തിട്ട് പോരെ ബാക്കിയുള്ള വിഷയങ്ങൾ. ഇവിടെ സാമ്പത്തിക രംഗത്ത് എന്തൊക്കെ അഴിമതികൾ, കുഴപ്പങ്ങളുണ്ട്. സമൂഹം കബളിപ്പിക്കപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു, പറ്റിക്കപ്പെടുന്നു. ഒട്ടനവധി പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, അധർമ്മങ്ങൾ സമൂഹത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അതൊക്കെ തിരുത്തിയിട്ട് നന്നാക്കിയിട്ട് പോരെ തൗഹീദിനെ കുറിച്ച്, ശിർക്കിനെ കുറിച്ച്, ജാറങ്ങളെ കുറിച്ച്, മക്ബറകളെ കുറിച്ച്, വ്യാജ ഔലിയാക്കളെ കുറിച്ച്, സിദ്ധന്മാരെ കുറിച്ച്, ജ്യോത്സ്യന്മാരെ കുറിച്ചൊക്കെ സംസാരിക്കൽ. ഈ മനോഭാവത്തിലാണ്, കാഴ്ചപ്പാടിലാണ് ഇക്കാലത്ത് നല്ലൊരു ശതമാനം ആളുകൾ ജീവിക്കുന്നത്. അവരെ തിരുത്താനും അവരെ മാറ്റാനും അത്തരം നിലപാടുകൾ ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താനും സാധാരണയായി നമ്മൾ പ്രയോഗിക്കുന്ന ഉദാഹരണങ്ങൾ ധാരാളമാണ്.
ഒരു തറയില്ലാതെ നല്ല ചുമരും മേൽക്കൂരയുമുള്ള വീടുണ്ടാക്കൽ സാധ്യമല്ല. അത്രേ അതിനെപ്പറ്റി പറയേണ്ടതുള്ളൂ. എത്ര ഭംഗിയുള്ള ചുമരുണ്ടായിട്ടും ചോർച്ചയില്ലാത്ത മേൽക്കൂരയുണ്ടായിട്ടും കാര്യമില്ല. വീടിന്റെ അടിത്തറ ഭദ്രമല്ലെങ്കിൽ, അത് ഉറച്ചതല്ലെങ്കിൽ, ആ 4 ചുമരുകൾ കൊണ്ടും അതിന്റെ അകത്തുള്ള സജ്ജീകരണങ്ങൾ കൊണ്ടും നല്ല മേൽക്കൂര കൊണ്ടും യാതൊരു ഫലവുമില്ല. ഒരു മരം നല്ല തടിയുണ്ട്, വലിയ ശിഖിരങ്ങളുണ്ട്, പച്ചപിടിച്ച ഇലകളുണ്ട്. അതിന്റെ അടിവേര് നശിച്ചതാണെങ്കിൽ ആ മരവും അതിന്റെ ശിഖിരങ്ങളും അതിന്റെ ഇലകളും ഫലമില്ല എന്നർത്ഥം. അടിവേര് ഉണങ്ങിയിട്ടുണ്ട്, അത് കേടായിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മെ അല്ലാഹു ഏൽപ്പിച്ച ഏറ്റവും വലിയ മഹത്തായ കാര്യമാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശമാകുന്ന, ആശയമാകുന്ന, അടിത്തറയാകുന്ന തൗഹീദ്. അതൊരിക്കലും കേടുവരാൻ പാടില്ല. അത് കേടുവരുത്തി അതിനെ തകരാറിലാക്കി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരെ കാണാത്തവരായി, ശ്രദ്ധിക്കാത്തവരായി ഒരിക്കലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അവരെ തിരുത്തി കൊടുക്കേണ്ടവർ, അവരെ മാറ്റിയെടുക്കേണ്ടവർ, അവരെ ശുദ്ധീകരിക്കേണ്ടവർ, അവർക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തെപ്പറ്റി പഠിപ്പിച്ചു കൊടുക്കേണ്ടവർ ആരാണ്? അത് കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടു പോകുന്ന വിശ്വാസി സമൂഹമാണ്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ വിഷയങ്ങളെക്കാളും, മറ്റെല്ലാ പ്രശ്നങ്ങളെക്കാളും എത്ര വലിയ അലട്ടലുകൾ, പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നുണ്ടോ, അതിനേക്കാൾ ഗൗരവത്തിൽ കാണേണ്ടതും പരിഗണിക്കേണ്ടതും പ്രാധാന്യം കൊടുക്കേണ്ടതും മഹത്വമുള്ളതായി നാം ഓരോരുത്തരും എടുക്കേണ്ടതായ വിഷയമാണ് തൗഹീദ് എന്നുള്ളത്. അത് അല്ലാഹുവിന്റെ ഏകത്വമാണ്. റബ്ബാണ് എന്ന വിഷയത്തിൽ അല്ലാഹ്ക്ക് യാതൊരു പങ്കാളികളും ഇല്ല. എല്ലാ സൃഷ്ടികളുടെയും രക്ഷിതാവാണ്, സംരക്ഷകനാണ് ഏകനായ അല്ലാഹു. ആ കാര്യത്തിൽ അവന്റെ പടപ്പുകളിൽ, അവന്റെ സൃഷ്ടികളിൽ അവന് തുല്യരായി, സമന്മാരായി ആരും തന്നെയില്ല എന്ന് മനസ്സിലാക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. അത് വിശുദ്ധ ഖുർആൻ ആദ്യത്തിലേ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ റബ്ബായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ആരംഭം. എന്താ ലോകത്തിന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ? ലോകർ എന്നതായി എന്തൊക്കെയുണ്ടോ അതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ആകാശ ലോകങ്ങളിലുള്ളത്, ഭൂമി ലോകത്തുള്ളത്, കാണുന്നതായി, കാണാത്തതായി, വലുതായി, ചെറുതായി ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം സഹോദരങ്ങളെ ലോകം എന്നതിന്റെ പരിധിയിലാണ്. സ്വർഗനരകങ്ങൾ ലോകം എന്നതിന് പുറത്തല്ല. മനുഷ്യൻ, മലക്കുകൾ, ജിന്നുകൾ പുറത്തല്ല. സസ്യങ്ങൾ, ജന്തുക്കൾ പുറത്തല്ല. പക്ഷികൾ, പ്രാണികൾ പുറത്തല്ല. എല്ലാം ലോകം എന്നതിന്റെ ഉള്ളിലാണ്, പരിധിയിലാണ്. അതിൽ നിന്ന് പുറത്തായി ഒന്നുമില്ല. ആ ലോകം എന്നതിന് മൊത്തത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് മഖ്ലൂഖ്, സൃഷ്ടി എന്നത്. മഖ്ലൂഖാത്ത്, സൃഷ്ടികൾ എന്നത്. സൃഷ്ടികൾ എന്ന് പറയുമ്പോൾ ആകാശങ്ങൾ മുഴുവനും, ഭൂമികൾ മുഴുവനും, അവക്കിടയിലുള്ളത് മുഴുവനും അതിന്റെ എല്ലാം ഖാലിഖായി, സൃഷ്ടാവായി, റബ്ബായി, സംരക്ഷകനായി ഒരു ശക്തി മാത്രമുള്ളൂ, അല്ലാഹു. ആ ശക്തി ഇടപെടുന്ന വഴിയിലൂടെ, ആ ശക്തി ഇടപെടുന്ന മാർഗത്തിലൂടെ സൃഷ്ടികളിൽ
ഒരാൾക്കും ഇടപെടാൻ കഴിയില്ല എന്നതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദിന്റെ പ്രത്യേകതയും അതിന്റെ വ്യതിരക്തതയും അതാണ്. മനുഷ്യ നിർമ്മിത ആശയങ്ങളൊക്കെ ഇതിനെതിരാണ്. മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ ഉണ്ടാക്കിയതാണെങ്കിലും മറ്റു മതസ്ഥർ ഉണ്ടാക്കിയതാണെങ്കിലും ഈ അടിസ്ഥാനത്തിൽ നിന്ന്, ആശയത്തിൽ നിന്ന് പുറത്താണതെല്ലാം. അതുകൊണ്ട് തന്നെ മനുഷ്യർ പടച്ചുണ്ടാക്കിയ മനുഷ്യ നിർമ്മിതിയായിട്ടുള്ള ആശയങ്ങൾക്ക് ഒരാരാധ്യനോ ഒരു സംരക്ഷകനോ ഒരു അഭയകേന്ദ്രമോ അല്ല. പല രൂപങ്ങളിലുള്ള, പല വിശേഷണങ്ങളിലുള്ള, പല പ്രത്യേകതകളിലുള്ള ആരാധ്യന്മാരും സംരക്ഷകരും അതുപോലെ തന്നെ ആരാധനാ കേന്ദ്രങ്ങളുമാണ്. അല്ലാഹുവിനെ വിട്ട് സൃഷ്ടികൾക്ക് പല കഴിവുകളുണ്ട്, അവർക്ക് പല പ്രത്യേകതകളുമുണ്ട്, അവർക്ക് പലതിനും സാധിക്കും എന്ന വിശ്വാസപ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും നമ്മുടെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരിക. അവർക്ക് സ്ഥിരമായി ശാശ്വതമായി ഒരു കേന്ദ്രമുണ്ടോ? വ്യത്യസ്തങ്ങളായ നാടുകളിൽ അവർ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്ത പ്രദേശങ്ങളിൽ പൈശാചികമായി അലങ്കരിക്കപ്പെട്ട കേന്ദ്രങ്ങളുടെ ഭാഗമായി അവർ മാറ്റപ്പെടുന്നു. വിശ്വാസിക്ക് ആ നിലക്കുള്ള ഒരു പരാജയം, ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ടാണ്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, ഒരടിമക്ക് അല്ലാഹു മതി. ആ തിരിച്ചറിവ് നഷ്ടപ്പെടാത്തവനാണ് വിശ്വാസി. ഒരടിമക്ക് അവന്റെ സങ്കടങ്ങൾ, അവന്റെ ആവലാതികൾ, അവന്റെ പ്രയാസങ്ങൾ, അവന്റെ വേദനകൾ, അവന്റെ സന്തോഷങ്ങൾ, അവന്റെ പ്രശ്നങ്ങൾ അത് പങ്കുവെക്കാനും തുറന്നു പറയാനും ഒരു കേന്ദ്രം മതി, ഒരു ശക്തി മതി. അതാണ് സഹോദരങ്ങളെ അല്ലാഹ് എന്ന ശക്തി. ഈ ബോധം നഷ്ടപ്പെട്ടവർക്ക് പല സ്ഥലങ്ങളിലേക്കും പല കേന്ദ്രങ്ങളിലേക്കും പ്രയാസപ്പെട്ട് ഓടേണ്ടി വരും. അവർക്ക് സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും, ആത്മീയമായ ചൂഷണങ്ങൾ അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അല്ലാഹു റബ്ബാണ് എന്ന് മനസ്സിലാക്കാതെ പോയാൽ ഉണ്ടാകുന്ന കാര്യമാണ്. ഇനി നോക്കൂ നിങ്ങൾ, റബ്ബ് എന്നത് അല്ലാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ആ റബ്ബ് എന്ന നാമം അല്ലാഹുവിന്റെ ഏതൊക്കെ നാമങ്ങളെയാണ് അറിയിക്കുന്നത്? നാം ഓരോരുത്തരും തൗഹീദ് എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, അതിനെ പഠിക്കാനും അടുത്തറിയാനും പരിശ്രമിക്കുമ്പോൾ അതിന്റെ ആദ്യത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട അറിവാണ്, വിജ്ഞാനമാണ് ഇതൊക്കെ. എന്താ റബ്ബ് എന്ന് പറഞ്ഞാൽ? പ്രധാനമായും അല്ലാഹുവിന്റെ 5 നാമങ്ങളെ ഉൾക്കൊള്ളുന്ന, കേന്ദ്രീകരിക്കുന്ന ഒരു നാമമാണ് റബ്ബ് എന്ന നാമം. ഒന്നാമത്തേത് അൽ ഖാലിഖ്, അല്ലാഹു സർവ്വതിന്റെയും സൃഷ്ടാവാണ്. രണ്ടാമത്തേത് അൽ മാലിക്, അല്ലാഹു സർവ്വതിന്റെയും അധികാരിയാണ്. മൂന്നാമത്തേത് അർ റാസിഖ്, സർവ്വതിനും അന്നം കൊടുക്കുന്നവൻ, ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. നാലാമത്തേത് അൽ മുദബ്ബിർ, ലോകത്തെ മുഴുവനായി സമയബന്ധിതമായി ഉറക്കമില്ലാതെ മയക്കമില്ലാതെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ശക്തി അല്ലാഹ് മാത്രം. അഞ്ചാമത്തേത് അൽ വക്കീൽ, എല്ലാം കൈകാര്യം ചെയ്യുന്നവൻ അല്ലാഹുവാണ്. ലോകത്ത് എന്ന് നടക്കണം, ഒരു വർഷത്തിൽ എന്തുണ്ടാകണം, ഓരോ ദിവസവും എന്തുണ്ടാകണം, അത് കൃത്യമായി കൈകാര്യം ചെയ്യുന്ന അൽ വക്കീൽ, കൈകാര്യകർത്താവാണ് അല്ലാഹു. ഈ 5 നാമങ്ങളെയും സ്പർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാമമാണ് റബ്ബ് എന്നത്. നോക്കൂ നിങ്ങൾ, ഈ 5 നാമങ്ങളെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടുള്ള വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാനടങ്ങുന്ന ഈ ലോകത്തിന്റെ
ഞാൻ കാണുന്നതും കാണാത്തതുമായ, എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായ സകലതിന്റെയും സട്ടാവായിട്ടുള്ള എന്റെ റബ്ബിനെ ഞാനിത് ആത്മാർത്ഥമായി സ്തുതിക്കുന്നു എന്നാണ് ആ ഒരൊറ്റ ചെറിയ ആയത്തിന്റെ ചുരുക്കത്തിലുള്ള സാരം. അതാ എത്രയോ വിശദീകരിക്കേണ്ട ഒരായത്ത. സഹോദരങ്ങളെ, തൗഹീദിന്റെ ആ ഒരു ആത്മാവ് നഷ്ടപ്പെടാതെ നിലക്കാതെ നമ്മുടെ മനസ്സിൽ തുടിക്കുന്നുണ്ടെങ്കിൽ ഈ ആയത്തിനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ, ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ, നിങ്ങൾ ഇസ്ലാമി വിഷയത്തിന് കൊടുത്ത പ്രാധാന്യവും പരിഗണനയും എത്രയാണ്. കേവലം ഒരു വാക്കായി നമ്മുടെ മനസ്സിൽ ഒരു തോന്നൽ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ട ഒന്നല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്തോളി, നിങ്ങൾക്ക് തോന്നുമെങ്കിൽ എടുത്തോളി. അതല്ല, നിങ്ങൾക്ക് എന്താണോ ഇച്ഛ, എന്താണോ ആഗ്രഹം, എന്താണോ ഇഷ്ടം, അതിലേക്ക് നിങ്ങൾ വഴിമാറി വേണമെങ്കിൽ പോകാം, പോകാതിരിക്കാം എന്ന നിലക്കല്ല. വളരെ കനപ്പെട്ട ഒരു പ്രതിജ്ഞയായി, ഒരു പ്രഖ്യാപനമായി വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ കലാമാണ്. ലോകത്ത് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വാക്കല്ല. ഏതെങ്കിലും ഒരാൾ അയാളുടെ വകയായി ഒരുമിച്ച് കൂട്ടിയ പദങ്ങൾ കോർത്തിണക്കപ്പെട്ട ഒന്നല്ല. മറിച്ച് ഏഴാകാശങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ സംസാരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രതിജ്ഞയാണത്, ഒരു പ്രഖ്യാപനമാണത്. സഹോദരങ്ങളെ, എങ്ങനെ നമുക്ക് അവഗണിക്കാൻ സാധിക്കും? ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ചർച്ചകൾ അങ്ങാടികളിൽ, കവലകളിൽ, ഗ്രാമങ്ങളിൽ നടക്കുമ്പോൾ ഇതാ ഉറപ്പിക്കൽ തുടങ്ങി, സമൂഹത്തിൽ പ്രയാസമുണ്ടാക്കാൻ തുടങ്ങി, ഛിദ്രതയുണ്ടാക്കാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പറയാൻ തുടങ്ങി, ആക്ഷേപങ്ങൾ പറഞ്ഞു പരത്താൻ തുടങ്ങി. ഇങ്ങനെ പറഞ്ഞ്, അല്ലെങ്കിൽ അത് പറയുന്ന ആളുകൾക്ക് വളം വെച്ചു കൊടുക്കേണ്ടവരോ വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടവരോ അല്ല നമ്മൾ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിച്ചാൽ മനസ്സിന്റെ മൂലയിൽ ഇന്നും ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമുണ്ടാകും. ഏതെങ്കിലും ഒരാളുടെ തൗഹീദി പ്രഭാഷണം കേട്ട് തൗഹീദിലേക്കുള്ള വിളി കാരണമായി തൗഹീദുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് വായിച്ചോ കേട്ടോ അന്വേഷിച്ചോ അറിഞ്ഞോ അല്ലാതെ ഈ സത്യമാർഗത്തിലേക്ക് കടന്നു വരാനുള്ള തൗഫീഖ് എങ്ങനെയാണ് കിട്ടിയത്? പിന്നെന്തേ സഹോദരങ്ങളെ, ഇപ്പൊ ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ടായത്, കൊറോണ എന്ന ആ മഹാവിപത്തിന് ശേഷം, മഹാമാരിക്ക് ശേഷം തൗഹീദുള്ളവർക്ക് തന്നെ ഒരു തോന്നൽ, ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ പറയണോ? ഇനി നമ്മളിങ്ങനെ ജാറങ്ങൾക്കെതിരെ, മഖബറുകൾക്കെതിരെ, അല്ലെങ്കിൽ തൗഹീദിന്റെ പേരിൽ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾക്കൊക്കെ പ്രസക്തി ഉണ്ടോ? കാലം മാറിയില്ലേ, ആളുകൾ മാറിയില്ലേ? ആളുകളും കാലവും മാറുന്നതിനനുസരിച്ച് മാറ്റപ്പെടേണ്ട ഒന്നല്ല വിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറയായിട്ടുള്ള, അടിസ്ഥാനമായിട്ടുള്ള തൗഹീദ് എന്ന് നമ്മുടെ നെഞ്ചകത്ത് കുറിച്ചു വെക്കണം, അതവിടെ കൊത്തി വെക്കണം. ആര് പറഞ്ഞാൽ? നാട്ടിലുള്ള പ്രമാണിമാർ, രാഷ്ട്രീയക്കാർ, മതവിദ്പിനെ വലിയ ഉന്നത വിദ്യാഭ്യാസമുണ്ടെന്ന് അവകാശപ്പെടുന്നവർ ആര് പറഞ്ഞോട്ടെ, നമുക്ക് ഈ രാജ്യം തന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഒരു അവകാശമുണ്ട്. അത് ഉപയോഗപ്പെടുത്തി അല്ലാഹുവിന്റെ ദീൻ പച്ചയായി പറയാൻ, കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, എന്തിനേക്കാളും ഉന്നതമായത്, ഉയർന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ആ വാക്കിനെ മാറ്റിവെച്ചിട്ട് സൽസ്വഭാവമുള്ളവരാകുക, കുടുംബബന്ധം ചേർക്കുക, മരണം വരാണ്ട്, സ്വർഗം വരാണ്ട് എന്ന് പറഞ്ഞാൽ അത് വട്ടപൂജ്യം. ഒരു കാര്യമില്ല. എന്ത്? അതല്ലെടുക്കണമെങ്കിൽ ആദ്യം കൊണ്ട് തൗഹീദ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതുകൊണ്ടെന്താ കാര്യം? ആ നിലക്ക് ഒരു ചിന്തയോ മാറ്റമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, തോന്നാൻ പാടില്ല. തൗഹീദുമായി ബന്ധപ്പെട്ട ലഘുലേഖ വന്ന കൊടുക്കാൻ മതി,
അല്ലേ? തൗഹീദി പ്രഭാഷണം, പോസ്റ്റർ ഒട്ടിക്കാൻ മടി. എവിടുന്ന അങ്ങനത്തെ രോഗം കടന്നുകൂടിയത്? പിശാച് വെറുതെരിക്കില്ല. പിശാചിന്റെ പണി ഈ പ്രതിജ്ഞയിൽ നിന്ന്, ഈ അടിത്തറയിൽ നിന്ന് ഒരു ചെറിയ നിമിഷമെങ്കിലും, ഒരു മൺതരി വലിപ്പത്തിലെങ്കിലും നമ്മെ തെറ്റിക്കണം എന്നാണ്. അതിന് തലവെച്ചു കൊടുക്കാൻ പാടില്ല. എന്താ നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ ആയത്തിനെ നോക്കൂ നിങ്ങൾ. സൂറത്ത് ഫാത്തിഹയിൽ ഇത്ര ബലം പിടിച്ചുകൊണ്ട്, കനം കൊടുത്തുകൊണ്ട് നമ്മൾ ഓതേണ്ട ഒരായത്തുണ്ടോ? മുഴുവായത്തെടുത്തോളി. ഇത്ര ഒന്ന് ശക്തി കൊടുത്ത് നമ്മൾ ഓതേണ്ട ഏതെങ്കിലും ഒരായത്ത് ഇതല്ലാതെ സൂറത്ത് ഫാത്തിഹയിലുണ്ടോ? സൂറത്ത് ഫാത്തിഹയിൽ എന്നല്ല, ഖുർആൻ മുഴുവനായി എടുത്താലും ഇതിനോളം കനത്തിൽ നമ്മൾ ഓതേണ്ട ഒരായത്ത് കാണൂല. അതാണ് ആയത്തിന്റെ പ്രത്യേകത. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്താ സഹോദരങ്ങളെ, എത്ര ചെറിയ ആയത്താണ്! ഈ ആയത്തിന്റെ അർത്ഥവിശാലത ഒരു പകല് കൊണ്ടൊന്നും പറഞ്ഞാൽ തീരൂല. അത്രയും വിശദീകരിക്കപ്പെടേണ്ട, വിവരിക്കപ്പെടേണ്ട ആയത്താണ്. എന്തി അതിന് കാരണം? ഈ ആയത്തിന്റെ വല്ലാത്തൊരു പ്രത്യേകത എന്താ അറിയോ? രണ്ട് കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാന്ന് പറഞ്ഞു. ആ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു നിമിഷ നേരത്തേക്ക് അവകാശപ്പെടാൻ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഒരാൾക്കും അർഹതയില്ല എന്നാ അല്ലാഹ് പ്രഖ്യാപിച്ചത്. ഒരാൾക്കും അർഹതയില്ല. അതിൽ ഒന്നാമത്തത് അൽ ഇബാദ, ആരാധന ആത്മാർത്ഥമായി അള്ളാഹ്ക്ക് കൊടുക്കണം. അള്ളാഹ്ക്ക് കൊടുക്കണം. നമ്മൾ ഈ ഇരിക്കുന്നതും ഒരു ഇബാദത്തിലാണ്. നോമ്പ് ഒരു ഇബാദത്താണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് പ്രാർത്ഥന. അല്ലാഹ് എന്ന വിളിയെ പറ്റുള്ളൂ. ആ വിളിക്ക് പകരം മനുഷ്യാന്ന് വിളിക്കാൻ പാടില്ല, മലക്കേന്ന് വിളിക്കാൻ പാടില്ല, കല്ലേന്ന് വിളിക്കാൻ പാടില്ല, മരമേന്ന് വിളിക്കാൻ പാടില്ല. മലക്കെ, ജിന്നെ, വള്ളി അല്ലെങ്കിൽ കയറ്, കമ്പി ഒന്നുമില്ല. ആ വിളി അള്ളാഹ്ക്ക് മാത്രം. എന്തുകൊണ്ടാ? അത് മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വിളിയാണ്. ഇവിടെ നിന്ന് അല്ലാഹ് എന്ന് വിളിച്ചാൽ ഇപ്പൊ എല്ലാവരും കേട്ടു. വിളിച്ച എന്റെ മനസ്സാരി കേട്ടു? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കേട്ടോ എന്റെ മനസ്സെന്താണെന്നത്? ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും അല്ലാഹ് എന്ന് വിളിക്കുമ്പോ നമ്മുടെ മനസ്സെന്താ? സഹോദരങ്ങളെ, ആ മനസ്സറിയലാണ് പ്രാർത്ഥന കേൾക്കുക എന്ന് പറഞ്ഞാൽ. ഒച്ച കേൾക്കലല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഉരുവിടുന്ന പദങ്ങൾ കേൾക്കലല്ല. അതെല്ലാവരും കൊണ്ട് സാധിക്കും. ആ ഒച്ചയുടെ പിന്നിലുള്ള ആത്മാർത്ഥത എന്താണ്? ആ വിളി കേൾക്കുന്നവൻ അല്ലാഹ് മാത്രമാണ്. അത് അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റൂല. അൽ ഇസ്തിഗാസ, വിപൽഘട്ടങ്ങളിൽ പ്രയാസം മുട്ടി നിൽക്കുന്ന സമയത്ത് അല്ലാഹ് എന്ന വിളിക്ക് പകരം ബദരീങ്ങളെ, അമ്പുറന്നങ്ങളെ, മുഹീദ്ദീൻ ശൈഖേ എന്ന വിളില്ല, ബാപ്പാന്നുള്ള വിളില്ല, ഉമ്മാന്നുള്ള വിളില്ല. ആ സമയത്തും വിളി അല്ലാഹ് എന്ന. സാധാരണയായി നടന്നു കിട്ടേണ്ട ഒരു കാര്യം അൽ ഇസ്തിആന. എല്ലാ നിലക്കും ഏത് രൂപത്തിലുള്ള സഹായ സഹകരണങ്ങളാകട്ടെ അതുപോലും സമയബന്ധിതമായി നമുക്ക് അനുകൂലമായി കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. ആ തൗഫീഖിന് വേണ്ടി തേടേണ്ടത് ആരോടാണ്? അള്ളാഹിനോടാണ്. അതുകൊണ്ടാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സർവ്വതിനും കഴിവുള്ള, ശേഷിയുള്ള ഒരു ശക്തി അല്ലാഹ് മാത്രമാണ്. നമുക്ക് ആർക്കാ അവകാശപ്പെടാൻ സാധിക്കുക? ആർക്കാ കൂട്ടരെ വാദിക്കാൻ സാധിക്കുക? എനിക്ക് എന്തിനും ഏതിനും സാധിക്കുമെന്ന്, ഞാൻ വിചാരിച്ചത് ചെയ്യാനും വിചാരിച്ചിടത്തേക്ക് പോകാനും എനിക്ക് കഴിയുമെന്ന് ആർക്ക് പറയാൻ സാധിക്കും? ആർക്കാ ധൈര്യമുള്ളത്? അടുത്ത ഒരു നിമിഷം എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണെന്ന് നിർണയിക്കാൻ സാധിക്കാത്ത എനിക്ക് എങ്ങനെയാണ് നാളെയും മറ്റന്നാളുമൊക്കെ ഞാൻ ചെയ്യുന്നത്, എന്റെ ആയുസ്സിൽ ഞാൻ ചെയ്യുന്നത്
അത് എന്റെ കഴിവ് കൊണ്ടാണ് എന്നെങ്ങനെ അവകാശപ്പെടാൻ സാധിക്കും? അതാണ് ഈ ആയത്തിന്റെ പ്രത്യേകത. അള്ളാഹ്ക്കുള്ള ഇബാദത്ത് അള്ളാഹ്ക്ക്, അള്ളാഹ്ക്കുള്ള ഇസ്തിആനത്ത് അള്ളാഹ്. മഹാനായ അമാനി മൗലവി റഹിമഹുല്ലാഹ് ഈ സഹായത്തേട്ടം നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും ലളിതമായ ഉദാഹരണം, അഥവാ ഒരാൾക്കൊരു കാര്യം എഴുതണം, അയാൾക്ക് എഴുതാനുള്ള പേന കയ്യിലുണ്ട്, പേപ്പർ റെഡിയാണ്, എഴുതാനുള്ള ആശയം അയാളെ മനസ്സിലുണ്ട്. ഇത് മൂന്നുമാണല്ലോ വേണ്ടത്. ഒരു പേന വേണം, പേപ്പർ വേണം, എന്താണോ എഴുതാൻ ആഗ്രഹിക്കുന്നത് അതും വേണം. ഇത് മൂന്നും പോരാ. ഈ മൂന്ന് കാരണങ്ങളെ ഉപയോഗപ്പെടുത്തി അയാൾക്ക് ആ കാര്യം പൂർത്തിയാക്കാൻ സാധിക്കണമെങ്കിൽ പേന എടുക്കാനുള്ള തൗഫീഖ് വേണം, പേപ്പർ അത് അനുകൂലമായി കിട്ടാനുള്ള തൗഫീഖ് വേണം. എല്ലാം റെഡിയാണ്, പേന പിടിച്ചിങ്ങനെ നിൽക്കും, മനസ്സിലുള്ളത് അവിടെ എഴുതാനുള്ള തൗഫീഖ് വേണം. ഇതാ സഹോദരങ്ങളെ, വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുക എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും ഇപ്പൊ ഞങ്ങളെ ബാധിക്കൂലല്ലോ, ഇതെങ്ങനെ നമ്മളെ ബാധിക്കുക? നമ്മളൊക്കെ ഇത് എത്രയോ കേട്ട് മനസ്സിലാക്കി ഇതിലായി ജീവിക്കുന്നവരാണ്, ഇതിൽ തന്നെ മുഴുകി കഴിയുന്നവരാണ്. അങ്ങനല്ലേ നമ്മളൊക്കെ വിചാരം? നമ്മളൊക്കെ ഊറ്റം കൊള്ളുകയാണ്, നമ്മൾ നെഗളിക്കുകയാണ്. എന്നാൽ നമ്മെ ബാധിക്കുന്ന മാരകമായ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ആ രണ്ട് പ്രശ്നങ്ങൾക്കുമുള്ള മരുന്നാണ് ഈ ആയത്ത്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ഖൽബ, ഒരാളുടെ മനസ്സ്, യഅരിമു ലഹു മറളാനി അളീമാനി, അയാളുടെ മനസ്സിനെ വമ്പിച്ചതായ വലിയതായ രണ്ട് രോഗങ്ങൾ പിടികൂടും. രണ്ട് അസുഖങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കും. ഇല്ലം യതദാറകഹുമാ തറാമയാ ബിഹി ഇല തലഫി വലാ ബുദ്ധ. ആ രണ്ട് രോഗങ്ങൾ ഗൗരവകരമായ മാരകമായ രോഗങ്ങളാണ് എന്നൊരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മുവഹിദായ മനുഷ്യൻ മനസ്സിലാക്കാതെ പോയാൽ ഒരു സംശയവും വേണ്ട, അയാൾ നശിക്കും, അയാൾ നാശത്തിലേക്ക് ചെന്ന് ചാടും എന്ന് മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. ഏതാ രണ്ടസുഖങ്ങൾ? വഹുമാ, ആ രണ്ടസുഖങ്ങൾ അർരിയാ, ഒന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യലാണ്, ഞാൻ ധർമ്മിഷ്ഠനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, നന്നായി പ്രവർത്തിക്കുന്നവനാണ്, എന്തിനും ഏതിനും റെഡിയായി തയ്യാറായി നിൽക്കുന്നവനാണ്, അതെല്ലാവരും കാണട്ടെ, എല്ലാവരും അറിയട്ടെ, എന്നെ പറ്റി അവർ പറയട്ടെ. ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയില്ല എന്ന് ആർക്കാ ധൈര്യത്തോടെ പറയാൻ സാധിക്കുക? ആ നിലക്ക് പിശാച് ചെറിയ ശിർക്കിന്റെ വഴിയിലേക്ക് പല സമയങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മെ വലിച്ചു കൊണ്ടുപോവുകയില്ല എന്നാർക്കാ സഹോദരങ്ങളെ ഉറപ്പിക്കാൻ സാധിക്കുക? മുവഹിദുകളായി മുഅ്മിനുകളായി മരണം വരെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ പേടിക്കേണ്ട ഒന്നാണ് അർരിയാ. രണ്ടാമത്തേതോ വൽ കിബർ, അഹങ്കാരം ബാധിക്കുക, അഹന്ത ബാധിക്കുക, പൊങ്ങച്ചവും. അതുപോലെ തന്നെ നമുക്ക് ഞാൻ എന്തൊക്കെയോ ആയിട്ടുണ്ട്, ഞാൻ തന്നെ മതി എന്ന ഒരു തോന്നലിലേക്ക് നാം മാറ്റപ്പെടുക. ഈ രണ്ടസുഖങ്ങൾ മനസ്സിനെ ബാധിക്കുന്നതാ. ശേഷം അദ്ദേഹം പറഞ്ഞു, റിയായിനെ മാറ്റാനുള്ള മരുന്നെന്താണ്? അതാണ് ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അല്ലാഹ് നിനക്കുള്ള ആരാധനയിൽ, നിനക്ക് വേണ്ടി നിസ്കരിക്കുന്നതിൽ, നിനക്ക് വേണ്ടി ധർമ്മം ചെയ്യുന്നതിൽ, നിനക്ക് വേണ്ടി പഠിക്കുന്നതിൽ, നിനക്ക് വേണ്ടി ദഅവത്തിൽ വ്യാപൃതനാകുന്നതിൽ യാതൊരാളെയും ഞാൻ പങ്കു ചേർത്തിട്ടില്ല. എന്റെ നാട്ടിലുള്ള, എന്റെ കുടുംബത്തിലുള്ള, എന്റെ കൂട്ടുകാരായ ആരൊക്കെയുണ്ടോ അവരെ കാണാനോ അറിയിക്കാനോ കേൾപ്പിക്കാനോ ഒന്നുമല്ല. ഞാനിതാ മുഖ്ലിസീന ലഹുദ്ദീൻ, നിനക്ക് കീഴ്പ്പെട്ടുകൊണ്ട് വളരെ ആത്മാർത്ഥമായി എന്നെ ഏൽപ്പിക്കപ്പെട്ടത് ഞാൻ നിർവഹിക്കുന്നു. അല്ലാഹ്, എന്റെ റബ്ബ് കണ്ടാൽ മതി, എന്റെ റബ്ബ് അറിഞ്ഞാൽ മതി. എന്റെ റബ്ബ് എന്റെ മനസ്സിലുള്ള ആത്മാർത്ഥത എത്രയാണ്
അതിനനുസരിച്ച് കൂലി കണക്കാക്കിയാൽ മതി. ആരും എന്റെ പേര് പറയണ്ട, ആരും എനിക്ക് വേണ്ടി കൈയടിക്കണ്ട, ആരും എനിക്ക് വേണ്ടി പ്രശംസയുടെ ഒരു വാക്ക് പറയണ്ട. എന്റെ റബ്ബിന്റെ അടുക്കൽ എനിക്ക് സ്വീകാര്യത കിട്ടിയാൽ മതി. ഇതാണ് സഹോദരങ്ങളെ നമ്മൾ അറിയണ്ട, നമ്മൾ ഓർക്കണ്ട ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ. ഒരു പുഞ്ചിരി പോലും സ്വതക്കയാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചുവെങ്കിൽ അത് മറ്റുള്ളവനെ കാണിക്കാനാകരുത്. മനസ്സിലായോ? വഴിയിലെ മാലിന്യങ്ങൾ നീക്കൽ സ്വതക്കയുടെ ഗണത്തിലാണെങ്കിൽ നാലാളുകൾ കാണട്ടെ, ഞാൻ കല്ല് നീക്കിയവനാണ്, മുള്ളു മാറ്റിയവനാണ്, മാലിന്യങ്ങൾ മാറ്റിയവനാണ്, കാണട്ടെ. ആ മനസ്സ് വരാൻ പാടില്ല. രണ്ടാമത്തേതോ വദവാഉൽ കിബർ, കിബർ മാറ്റാനുള്ള മരുന്ന്. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ ഇതാ സഹായം തേടുന്നു അല്ലാഹ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ എനിക്ക് റബ്ബിന്റെ തൗഫീഖ് കിട്ടണം. എന്റെ കയ്യിൽ ഉരുട്ടിപ്പിടിച്ച ഭക്ഷണം എന്റെ വായയിലേക്കിട്ട് തൊണ്ടയിലൂടെ ഇറങ്ങി അത് വയറിലേക്ക് എത്തണമെങ്കിൽ എന്റെ റബ്ബിന്റെ തൗഫീഖ് വേണം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് എന്റെ ദാഹം തീർക്കാൻ അത് മതിയാകണമെങ്കിൽ എന്റെ റബ്ബ് തൗഫീഖ് തരണം. അല്ലാതെ കിട്ടൂല. അല്ലാതെ നമുക്ക് അത് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയില്ല എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ ഉസ്താദ് അഥവാ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ധാരാളമായി ധാരാളമായി ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്റെ ഉസ്താദ് പറയുന്നു, യഖൂലു ഇയ്യാക നഅ്ബുദു, ഇയ്യാക നഅ്ബുദു എന്നത് തദ്ഫഉ റിയാ, അത് റിയാഇനെ തടുക്കും. വഇയ്യാക നസ്തഈൻ എന്നത് തദ്ഫഉൽ കിബ്രിയാ, അത് അഹങ്കാരത്തെ തടുക്കും. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ തൗഹീദിനെ മരണം വരെ നമുക്ക് ഭദ്രമാക്കാൻ, സുരക്ഷിതമാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതിങ്ങനെ പല വഴിക്കും തൊലിക്കപ്പെടുന്ന, നയിക്കപ്പെടുന്ന വഴിയിലേക്ക് അതങ്ങനെ ഇറങ്ങിപ്പോകും. നമ്മൾ വിചാരിക്കും ഞാൻ തൗഹീദൊക്കെ ഉള്ള നല്ല മുന്തിയ ഒരു മരമാണ്, നല്ലൊരു തടിയാന്ന് കരുതും. ആ തടി നമ്മൾ അറിയാതെ ചെതല് പിടിച്ച് അതങ്ങനെ കേടായിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ഈ പേടി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇനി നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ എത്ര പരതിയാണ്. നമുക്ക് ആദ്യമായി കിട്ടുന്ന കൽപ്പന തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ മുമ്പ് ഒരു കൽപ്പന ഖുർആനിൽ കാണില്ല. എന്തുകൊണ്ട്? അതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഇതാണ് ഏറ്റവും പ്രധാനം. ബന്ധം ചേർക്കണമെന്ന കൽപ്പന കാണൂല, നല്ല ആളുകളാകണമെന്ന കൽപ്പന കാണൂല, കൽപ്പന കാണൂല. കൽപ്പനയായി നമ്മൾ കാണുക അല്ലാഹനെ മാത്രം ആരാധിച്ചോളി എന്നതേ കാണൂ. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. ആ റബ്ബിനോട് പറയും, ആ റബ്ബിൽ തവക്കുലാക്കി. അതേ ആയത്തിലാണ് ഖുർആനിലെ ഒന്നാമത്തെ വിലക്കും ഉള്ളത്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, അല്ലാഹ്ക്ക് നിങ്ങൾ സമന്മാരെ, തുല്യരെ ഉണ്ടാക്കരുത്. ഈ ആയത്തൊക്കെ എത്ര തവണ നമ്മൾ കേട്ടതാണ്. എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചോ എന്താണ് അവിടെ ഫലാ തജഅലൂ ലില്ലാഹി ശുറക്കാ, അല്ലാഹ്ക്ക് നിങ്ങൾ പങ്കാളികളെ ഉണ്ടാക്കരുത്. ശരീക്ക് ശുറക്കാ, അതാണ് ശിർക്ക്, അല്ലാഹുവിൽ പങ്കുവെക്കുക. എന്താണ് അവിടെ അൻദാദ് എന്നതിന് പകരം ശുറക്കാ എന്ന പ്രയോഗം കടന്നു വരാത്തത്? അല്ലാഹുവിന്റെ കലാമിൽ അങ്ങനെ നമ്മൾ കാണാത്തത്. എന്നാൽ ഖുർആനിൽ തന്നെ ശുറക്കാ എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അതിനേക്കാൾ അൻദാദ് എന്ന പ്രയോഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാധാന്യം കൊടുത്തു? ശുറക്കാ എന്ന വാക്കിനേക്കാൾ അൻദാദ് എന്ന വാക്കിന് അർത്ഥവിശാലതയുണ്ട്. അതാ ശരീക്ക് എന്ന് പറയുമ്പോ ഞാൻ ഒരാളുമായി ഒരു കാര്യത്തിൽ കൂട്ടുചേരുക, പങ്കാളിയാവുക എന്നത് മാത്രം. ഒരു കച്ചവടത്തിൽ ഒരാൾ ഷെയർ കൊടുത്ത് കൂടി അയാൾ ആ കച്ചവടത്തിൽ ശരീക്കായി മാറുക. പക്ഷേ നിദ് അങ്ങനെയല്ല. നിദ് എന്ന് പറഞ്ഞാൽ തുല്യനായി, ഒത്തവനായി, സമമായവനായി ആരെ കൊണ്ടുവന്നാലും
എന്തിനെ കൊണ്ടുവന്നാലും അതൊക്കെ നിദ് എന്ന ഈ വാക്കിൽ പെട്ടു. ഒരാള് മണ്ണിനെ കൊണ്ടുവന്നു, ഒരാള് കല്ലിനെ കൊണ്ടുവന്നു, ഒരാള് പ്രാണിയെ കൊണ്ടുവന്നു, ഒരാള് പക്ഷിയെ കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏതിനെ എടുത്ത് അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഒന്ന് കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ അതാണ് നിദ് എന്ന് പറയുന്നത്. അതാണ് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അള്ളാഹ്ക്ക് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. ആ നിദ് എന്ന വാക്കിന് മുഫസ്സിറുകൾ കൊടുത്ത വ്യാഖ്യാനത്തിൽ ഇതൊക്കെ കാണാം. അംസാൽ, അതുപോലെ ശുറക്കാ, ഉദലാ, എന്തൊക്കെ പ്രയോഗങ്ങളാണ്, അതൊക്കെ നിദ്ദിന്റെ പര്യായ പദങ്ങളായി ഉപയോഗിക്കുന്നതാണ്. അപ്പോ അത്രത്തോളം സൂക്ഷ്മത വിശുദ്ധ ഇസ്ലാം ഈ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു വാക്കുകൊണ്ട്, ഒരു വിചാരം കൊണ്ട്, ഒരനക്കം കൊണ്ട് അള്ളാഹ് കൊടുക്കേണ്ട അവകാശത്തെ വേറെ ഒന്നിന്റെ മുമ്പിൽ കൊടുക്കുക, കാഴ്ചവെക്കുക എന്നത് നമ്മുടെ ജീവിതകാലത്ത് ഉണ്ടാകാനേ പാടില്ല. അതാണ് ഒരു മുസ്ലിമിന്റെ പ്രഖ്യാപനം. പുൽപ്രവാചകരെ പറയുക, ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. എന്താ നോക്കൂ നിങ്ങൾ, ഇനി ആ ആയത്തിൽ ഏതാ വരാത്തത്? ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുകി, ഹജ്ജടക്കമുള്ള ബലിയടക്കമുള്ള എന്റെ സകല ആരാധനകളും, വമഹിയായ, എന്റെ ജീവിതം മുഴുവൻ, വമമാതി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് ലോകത്തിന്റെ റബ്ബിനാ. ഏതാ ലോകത്തിന്റെ റബ്ബ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തുടക്കത്തിലുള്ള ബന്ധത, അല്ലാഹ്ക്ക് ഒരു പങ്കാളിയുമില്ല എന്ന് ജീവിതം മുഴുവനായി പ്രഖ്യാപിക്കേണ്ടവരാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും. മാത്രവുമല്ല, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അവസാന വസിയത്തായി കൈമാറിയ കാര്യമാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, പ്രവാചകന്റെ അവസാന വസിയത്തുകൾ കാണാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂറത്ത് അൻആമിലെ 151 മുതൽ 53 വരെ ആയത്തുകൾ ഓതട്ടെ എന്നാണ്. 10 കാര്യങ്ങളാണ് ആ 3 ആയത്തുകളിൽ. അതിൽ ഒന്നാമത്തെ കാര്യമേതാ? ഒന്നാമത്തെ കാര്യം, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ. അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് ട്ടോ. അല്ലാഹ് കൊടുക്കേണ്ട ഹക്കിനെ വേറെ ഒരാൾക്ക് നിങ്ങൾ മാറ്റിക്കൊടുക്കരുതേ. ഇതാ സഹോദരങ്ങളെ അവസാന വസിയത്ത് പോലും. ആദ്യത്തെ വസിയത്തും അതാണ്. അതുകൊണ്ടാണ് സഫാ കുന്നിലേക്ക് തന്റെ കുടുംബത്തെ വിളിച്ചു ചേർത്തു. അവരോട് ആദ്യം പറഞ്ഞ കാര്യം, കള്ളുകുടി ഒഴിവാക്കൂ, വ്യഭിചാരം നിർത്തൂ, പലിശ വെടിയൂ, കൊലപാതകം അവസാനിപ്പിക്കൂ എന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളൂ എന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ. ഇതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം അവരോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവർ പറയും, ഞങ്ങൾ ഒഴിവാക്കൂല, കള്ളുകുടി നിർത്തൂല, പലിശ ഒഴിവാക്കൂല, കൊലപാതകം നിർത്തൂല എന്നേ അവർ പറയുള്ളൂ. മറിച്ച് ആദ്യം അവിടുന്ന് പറഞ്ഞു, അല്ലാഹ് ഉണ്ട്, അവനെ മാത്രം ആരാധിച്ചോളൂ, അവനിലേക്ക് അടുത്തോളി, ഈ ലാത്തി ഓസി മനാത്തി ഹൂബിലൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ അവർക്ക് മാറ്റമുണ്ടായി. സഹോദരങ്ങളെ, ഈ കാലത്ത് എത്ര ഹിമാലയം കണക്ക് അധർമ്മങ്ങൾ കുത്തിയൊഴുകി വന്നാലും അതിനെതിരെ ബാനർ പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് വർത്തമാനം മുഴക്കിയിട്ട് കാര്യമില്ല. ശിർക്കിൽ നിന്ന് സമൂഹം കരകയറാതെ, കുഫറിൽ നിന്ന് രക്ഷപ്പെടാതെ, മതനിഷേധം മതനീരസം ഒഴിവാക്കാതെ ഈ കള്ളിന്റെ കഞ്ചാവിന്റെ മറ്റീന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത നന്നായാൽ അത് നന്നാകും, അതിന്റെ പിന്നാലെ ശരിയാകും, അത്രേ ഉള്ളൂ. ഇത് പറയാൻ മടി കാണിച്ചാൽ, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വിലങ്ങ് തീർത്താൽ, ഇതിലപ്പുറം മാരകമായ പ്രശ്നങ്ങൾ ലോകം അതിന് സാക്ഷിയാക്കപ്പെടും. ആ പേടി നമുക്കെപ്പോഴും ഉണ്ടാകണം. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഖലീൽ എനിക്ക് വിലപ്പെട്ട 7 ഉപദേശങ്ങൾ തന്നു. ആ 7 ഉപദേശങ്ങളിൽ ഒന്നാമത്തേത് ലാ തുശ്രിക് ബില്ലാഹി ശൈആ. അബൂ ദർദായെ, എന്തെന്ന് വന്നാലും തൗഹീദ് വിട്ടുകൊടുക്കരുത്, തൗഹീദ് വിട്ടുകൊടുക്കരുത്.
ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താ അറിയോ? വഇന്ന ഖുത്തിഅത വഇന്ന ഖുത്തിഅത വഹുരിഖത, നീ ഛേദിക്കപ്പെട്ടാലും കരിക്കപ്പെട്ടാലും തീ കൊണ്ട് കരിക്കപ്പെട്ടാലും ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിടരുത് ട്ടോ. അത് വിട്ടുകൊടുക്കരുത്. ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി ഇരുമ്പ് പിന്നെ വലിയ കല്ലുകൾ സ്വഹാബത്തിന്റെ നെഞ്ചത്തവർ കയറ്റി വെച്ചു. അപ്പോഴും വിളിച്ചത് എന്തറിയോ? അല്ലാഹ്. അവര് വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതങ്ങനെ കളിയായി തമാശയായി വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ ഒഴിവാക്കാം എന്ന നിലക്കുള്ള ഒരു സംഗതിയല്ല. ഇത് ഒരു മുതലായി നമ്മുടെ കയ്യിലുണ്ടാകണം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കെറുബുണ്ടായാൽ, ഒരു ഗമ്മുണ്ടായാൽ, എന്തെങ്കിലുമൊക്കെ പ്രശ്നമോ പ്രയാസം ഉണ്ടായാൽ എന്താ പറയാറ്? അല്ലാ 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 റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. ഇതെന്താ സഹോദരങ്ങളെ? ഇതെന്താ? ആരെങ്കിലും തട്ടിക്കൂട്ടുണ്ടാക്കിയ വല്ല വാക്കുവാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹ് അറിയിച്ചു കൊടുത്തതാ. ഒരു പനി ബാധിച്ചാൽ, മാനസികമായ സംഘർഷം ഉണ്ടായാൽ, വേദനകൾ ഉണ്ടായാൽ അല്ലാ അല്ലാ റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. ഇത് പറയാൻ ഈമാനികമായ ബോധവും വളർച്ചയും നമുക്ക് ഇനിയും എത്തിയിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ട സഹോദരങ്ങൾ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീഥു അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. കണ്ണ് ചിമ്മി തുറക്കുന്ന ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും നാഥാ എന്റെ കാര്യം എന്നെ ഒറ്റ കേൾപ്പിക്കരുത്. എന്താ ഒരു നിമിഷ കണ്ണ് ചിമ്മിയ എന്താ? എത്ര ലക്ഷം കൊടുത്ത് വാങ്ങിയ വണ്ടിയാണെങ്കിലും തൊട്ട് മുമ്പിലുള്ള വണ്ടിമ ഇടിച്ച് താറുമാറാവുന്നല്ലാതെ വേറെന്താ ഉണ്ടാവുക? ആരെ കൊണ്ടാണ് നിയന്ത്രിക്കാൻ സാധിക്കുക? ആരെ കൊണ്ടാണ് തടഞ്ഞു വെക്കാനും പിടിച്ചു വെക്കാനും കഴിയുക? നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കണ്ണ് ചിമ്മി തുറക്കണം നേരം. അത്ര പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനയാണ്. നന്നായി നമ്മൾ ആലോചിക്കണം. ഇന്നൊക്കെ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനൊക്കെ വേണ്ടി അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും എത്ര. ഇതൊന്നും അങ്ങനെ എളുപ്പത്തിൽ നമ്മിലേക്ക് എത്തിച്ചൊരു സംഗതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷങ്ങളിൽ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു. എന്നിട്ട് നമുക്ക് നേരെ ഇന്ന് ആരെങ്കിലും ഒന്നിനെ കണ്ണുരുട്ടിയാല് നമുക്കൊരു മടി, അല്ലെ? അങ്ങാടിക്ക് ഇറങ്ങാൻ ഒരു മടി. സ്റ്റേജിന്റെ അടുത്ത് പോയി തൗഹീദിന്റെ പ്രഭാഷണം നടക്കുമ്പോ, ചർച്ച നടക്കുമ്പോ അവിടെ ഇങ്ങനെ തല കാണിക്കാൻ ഒരു മടി. ഞാൻ അവിടെ എത്തി പോലെന്താ വിചാരിക്കുക? ഏതിനെ പറ്റിയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കാൽപാദങ്ങളിലും ചോരൊലിക്കുന്ന അവസ്ഥയിൽ ശപിക്കപ്പെട്ട അബൂ ലഹബ് കല്ലെറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകൾ ചോരൊലിക്കുകയാണ്. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ഇത് പറഞ്ഞോളിട്ടോ എന്നാ വിജയം ഉണ്ടാകും. നമുക്ക് മടി, അല്ലേ? നമ്മുടെ കാലുമ ചളിയാകാനും മേത്ത് വീർക്കാനും പൊടിയാകാനൊക്കെ പേടി, മടി, അലസത, ഒരു ലജ്ജ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിന് ചോര ഒലിച്ചുകൊണ്ട് ചെയ്ത പണിയാണ്. മനസ്സിലായോ? ചെറിയ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശപിക്കപ്പെട്ടവൻ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കി, അല്ലേ? ഷാളിട്ട് കണ്ട് കഴുത്ത് ഞെരിച്ച് ഇങ്ങനെ കൊല്ലുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ രണ്ടാളും പറഞ്ഞു, അതഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹ് പറഞ്ഞ് ഒരാളെ കൊല്ലാൻ നടക്കേ എന്നാ ചോദിച്ചത്. ഒരേറ് കിട്ടും, കൂക്കുവിളി ഉണ്ടാകും, ആക്ഷേപം ഉണ്ടാകും. സഹോദരങ്ങളെ, ഇത് ജീവനാണ്. നമ്മുടെ ജീവൻ അത് നിലക്കാതെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും, കുറച്ചൊക്കെ നമ്മൾ കുത്തുവാക്ക് കേൾക്കേണ്ടി വരും, ആക്ഷേപങ്ങൾ സഹിക്കേണ്ടി വരും. ഇത് പരലോക വിജയത്തിന് വേണ്ടിയുള്ളതാണ്. അതിനാൽ ഇതറിഞ്ഞുകൊണ്ട് മരിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. നാവിന്റെ തുമ്പത്ത് ഇങ്ങനെ താരാട്ടുപാട്ടായി ഉണ്ടായിട്ട് കാര്യമില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മമ്മാത യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അറിഞ്ഞു മരിച്ചാ സ്വർഗ്ഗമുണ്ട്, അറിഞ്ഞു മരിച്ചാ സ്വർഗ്ഗമുണ്ട്. ഫഅലം, നിർബന്ധമായും അറിഞ്ഞോ, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധന അല്ലാഹ് മാത്രമേ ഉള്ളൂ. അത് നിർബന്ധമായും അറിഞ്ഞോ. കുടുംബത്തിൽ ഒരാൾ പോരാ, മഹലിൽ ഒരാൾ പോരാ, സൊസൈറ്റിയിൽ ഒരാൾ പോരാ, ഒരു വ്യക്തിയുടെ മേൽ, മുസ്ലിമിന്റെ മേൽ നിർബന്ധ ബാധ്യതയാണ്. വെറും അറിവ് പോരാ, അത് ഖാലിസായിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയ സംബന്ധമായി സൂചിപ്പിച്ചു. അവസാനിപ്പിക്കുക, നമ്മുടെ മനസ്സിലേക്കുള്ള ഒരു പ്രാർത്ഥന, അഥവാ ചെറിയ ശിർക്കാകട്ടെ വലിയ ശിർക്കാകട്ടെ, നമ്മൾ അറിയാതെ അറിഞ്ഞ് അത് ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പരിഹാരവും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, യാ അബൂബക്കർ, അബൂബക്കറെ, എന്തു പറഞ്ഞു? ശിർക്കിന് ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഒരു ഉറുമ്പ്, ഹദീസിൽ കാണാം, കറുത്ത ഉറുമ്പ് കറുത്ത പാറയിലൂടെ കറുത്ത രാത്രിയിൽ അരിച്ചു വരുന്ന പോലെ ശിർക്ക് നിങ്ങളിലേക്ക് അരിച്ചു വരും. വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ ശിർക്ക് നിങ്ങളിലേക്ക് അരിച്ചു വരും. അലാ അദുല്ലുക അലാ ശൈഇൻ, ഒരു കാര്യം നിങ്ങളെ പഠിപ്പിക്കട്ടെ, ഇദാ ഫഅൽതഹു ദഹബ അൻക ഖലീലുഹു വകസീറുഹു. ആ പഠിപ്പിക്കപ്പെട്ട കാര്യം പഠിച്ചാൽ അത് വലുതാകട്ടെ ചെറുതാകട്ടെ, ആ പ്രാർത്ഥന അതിനെ കരിച്ചു കളയും, അതിനെ കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അഥവാ റിയാ ആകട്ടെ പച്ചയായ ശിർക്കാകട്ടെ, രണ്ടായാലും നീക്കിക്കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, അബൂബക്കർ ഇങ്ങനെ പറയൂ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം. അല്ലാഹ്, അറിഞ്ഞു വല്ലതും നിനക്ക് തരേണ്ട അവകാശം അറിഞ്ഞുകൊണ്ട് ഞാൻ വേറെ എവിടേക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹ്, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. പിന്നെയോ വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അല്ലാഹ് അറിയാതെ, ഞാൻ അറിയാതെ എന്റെ ഇഖ്ലാസ് അല്പനേരത്തേക്ക് മാറിപ്പോയി. അല്ലാഹ്, എന്തോ ഒരു തോന്നല്, ഭൗതികമായ ഒരു ചിന്ത കടന്നു വന്നു, നാഥാ, അറിയാതെ എന്നിൽ സംഭവിച്ചതാണ്, എനിക്ക് പൊറുത്തുതാ, നീ അതിനെ മറച്ചു വെച്ചു നാഥാ, എന്നെ വഷളാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. പ്രാർത്ഥനകൾ നിലനിർത്തി, സൽക്കർമ്മങ്ങൾ പതിവാക്കി, അല്ലാഹുവിലേക്ക് അടുക്കാൻ അവനെ തവക്കുലാക്കി, അവനോട് മാത്രം പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാം തുറന്നു പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ മരണം വരെ സമ്പന്നമാക്കാൻ, ധന്യമാക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.